ആദ്യം തന്നെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവരെ ഫറാദിയുടെ കുറെ സിനിമകൾ കാണിച്ചു. കാരണം അസ്ഗർ ഫറാദി ഇതിന്റെ ഒരു മാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും അദ്ദേഹം 1 വർഷമൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും തിയേറ്റർ ആക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇങ്ങനെ കുറെ സ്റ്റഡി നടത്തിയിരുന്നു. അപ്പം കുറെ ഡോക്യൂസ് ഒക്കെ ഉണ്ട്, ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെ ഈ സിനിമ ആദ്യമായിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. അപ്പൊ സെപ്പറേഷനും സെയിൽസ്മാനും കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവര് ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ മോഹൻലാൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതൊരു മേക്ക് ബിലീഫ് ആണ്, ആക്ച്വലി ആണ്. അത് ആ ആക്ടർ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് മുമ്പത്തെ ഷോട്ടും ഇതിന് മുമ്പത്തെ ഷോട്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഈ ടോട്ടാലിറ്റിയിൽ അത് ഏറ്റവും ബിലീവബിൾ ആയിട്ടുള്ള കാര്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ എടുക്കേണ്ട കോള്. തിയേറ്ററിൽ ആള് 10ാമത്തെ മിനിറ്റ് മുതൽ ആളുകൾ ഇന്ററാക്ട് ചെയ്ത് തുടങ്ങുന്നു, ചിരിക്കുന്നു, പല കോർ മൊമെന്റ്സിൽ, കോൺഫ്ലിക്റ്റിന്റെ മൊമെന്റ്സിൽ, ചില റെവലേഷൻസിൽ, പ്ലോട്ട് ട്വിസ്റ്റുകളിലൊക്കെ ആൾക്കാർ കൈയടിക്കുന്നു. ഇത് എൻ്റെ കണ്ണ് നിറയുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാം ഇതിനകത്ത് ആദ്യ അനുഭവങ്ങളാണ്. എൻ്റെ ആദ്യത്തെ സിനിമ, ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഫസ്റ്റ് സ്ക്രീനിങ്, ഫസ്റ്റ് ഫെസ്റ്റിവൽ. ഇപ്പൊ നാളെ പടം ക്യൂബിലേക്ക് കൊടുക്കുമ്പോൾ ഈ പരിപാടി മുതൽ എല്ലാം ആദ്യമാണ്. അപ്പൊ എല്ലാം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. എല്ലാ റൈറ്റേഴ്സിനെയും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു പ്രേതമാണ്. ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ഒരു പ്രേതം, ഏതോ ഒരു വലിയൊരു സെൻസർ ബോർഡ്, അങ്ങനെ ഒരു ആളില്ലെങ്കിൽ പോലും ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പേടിയാണ്, ആലോചിക്കാൻ പേടിയാണ്. അത് പറഞ്ഞാൽ ഇങ്ങനെ ആവുമോ, നമ്മൾ പടം എഴുതുമ്പോൾ തന്നെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂവർ എന്ത് പറയും, കുറേ മോഹങ്ങളും ഉണ്ട് നമുക്ക്. അവരെ പ്രീതിപ്പെടുത്തണം, അവർ ശരിയാവണം എന്നൊക്കെ ഉള്ള ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ദ ക്യൂ ഷോ ടൈമിൽ ആനന്ദ് ഏക്കർഷി, വെൽക്കം. ഈ ആട്ടത്തിനൊരു ബാക്ക്ഡ്രോപ്പ് നാടകമായതുകൊണ്ട് തന്നെ ഈ നാടകത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഓരോ നാടകങ്ങളുടെയും പെർഫോമൻസിന് പുറകില് ഈ ആഴ്ചകളുടെ, മാസങ്ങളുടെ ഒക്കെ റിഹേഴ്സലുകൾ ഉണ്ടല്ലോ. ഈ റിഹേഴ്സലുകൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിനെ പഠിക്കുന്നു, അറിയുന്നു, നമുക്കുള്ള ഇൻഹിബിഷൻസ് ബ്രേക്ക് ചെയ്യുന്നു, നമ്മൾ കൂടുതൽ ജെല്ലാവുന്നു, സ്റ്റേജ് മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ ആ ടൈം പീരീഡിലാണ് പഠിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആട്ടത്തിന്റെ ഫസ്റ്റ് തോട്ട് കൺസീവ് ചെയ്തപ്പോൾ മുതലുള്ള ഇതിന്റെ ഒരു പ്രീ ഡിസൈൻ, ഇൻക്ലൂഡിങ് ഇതിന്റെ ആർട്ടിസ്റ്റുകൾ, അവരുടെ പെർഫോമൻസുകൾ, കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഇതിന്റെ ഒരു തോട്ടും പ്രീ ഡിസൈൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഈ സിനിമ ആക്ച്വലി ഉണ്ടാവുന്നത്, ഞങ്ങൾ ഈ പറഞ്ഞ ഇതിനകത്ത് ആട്ടത്തിലൊരു 13 ക്യാരക്ടേഴ്സ് ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. അതിൽ 11 ആണുങ്ങളും 12 ആണുങ്ങളും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഷാജോൺ ചേട്ടൻ്റെ ക്യാരക്ടറും സെറിൻ ചെയ്ത പെൺകുട്ടിയുടെ മെയിൻ നായികയുടെ ക്യാരക്ടർ ഒഴിച്ചാൽ ബാക്കി 11 ആണുങ്ങളും എനിക്കൊരു 18 വർഷമായിട്ട് അറിയാവുന്ന നാടക സുഹൃത്തുക്കളാണ്. അത് ലോകധർമ്മി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, വിനയ് ഫോർട്ട് ഉൾപ്പെടെ. അപ്പോൾ ഈ തോട്ട് ഉണ്ടാവുന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരു സ്റ്റോറി ഉണ്ടായി പിന്നെ ഇവരെ കാസ്റ്റ് ചെയ്തതല്ല. ഇപ്പോൾ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എന്നോട് ചോദിച്ചു, ഇവരെ വെച്ച് നിനക്കൊരു സാധനം ചെയ്യാൻ പറ്റും, ഇവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ട്. കൂടെ എത്ര വർഷമായിട്ടുള്ള തിയേറ്റർ ആക്ടേഴ്സാണ്, അത്രയും ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സാണ്. ഇവരെ എങ്ങനെ സിനിമയിലോട്ട് കൊണ്ടുവരണം, നിനക്കൊരു സാധനം എഴുതാൻ പറ്റുമെങ്കിൽ നീ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് കംപ്ലീറ്റ് കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഒരു കാസ്റ്റ് ഉണ്ടായി, 11 പേരുടെ കാസ്റ്റ് ഉണ്ടായി. കാസ്റ്റിന് വേണ്ടി എഴുതിയ സ്റ്റോറിയാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡിസൈൻ തുടങ്ങുന്നത്. ഇപ്പം ഒരു കൂട്ടം, ഒരു ഇൻഡിവിജ്വൽ, ഒരു കൂട്ടം എങ്ങനെയാണ് ഒരു സത്യത്തെ, ജസ്റ്റിസിനെ സമീപിക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ്. അപ്പോൾ കളക്റ്റീവ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഐഡിയ. കളക്റ്റീവ് ആണുങ്ങളായതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ പെണ്ണായാൽ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന്. പക്ഷെ പിന്നീട് ഉണ്ടായിരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തിയേറ്റർ ആക്ടേഴ്സിനെ എങ്ങനെ സിനിമയുടെ ഒരു ആക്ടിങ് സ്പേസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 35 ദിവസം റിഹേഴ്സൽ ചെയ്ത്, 7 ദിവസം ഓൺ ലൊക്കേഷൻ റിഹേഴ്സൽ ചെയ്ത്, ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്ത്, ഷോർട്ട് ഡിവൈഡ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത്, അങ്ങനെയായിരുന്നു അതിൻ്റെ ഷോർട്ട് ഡിവിഷൻ നടക്കുമായിരുന്നു റിഹേഴ്സൽ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ. ഇപ്പം ഇതിൽ തന്നെ എനിക്കാട്ടം ഭയങ്കര ഇമ്പ്രസീവ് ആവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൻ്റെ ഒരു കോൺവെർസേഷണൽ സ്റ്റൈലാണ്. ഈ ലെങ്തി കോൺവെർസേഷണലാണല്ലോ. അപ്പോൾ ആളുകൾക്ക് ഇത് കണ്ടിരിക്കാൻ സാധിക്കണം, ഇവരെ ഇത് ഹുക്ക് ചെയ്യണം. ഇവർ പറയുന്ന പെട്ടെന്നുള്ള ചേഞ്ചുകളെല്ലാം ഈ വെർബലിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ 13 ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പല സീനുകൾ 12 പേരും അവിടെയുണ്ട്. ഇവരെല്ലാം സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും വലിയ ഡയലോഗുകൾ കിട്ടുന്ന സമയങ്ങളുണ്ട്. എല്ലാവരുടെയും മൂവ്മെന്റ്സ്, സംസാരങ്ങൾ എല്ലാം ഒരു സീനിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നു. ഇവിടെ എല്ലാം ഹുക്ക് ചെയ്യുന്ന സംഭാഷണങ്ങളാണ്. എങ്ങോട്ട് പോകണം, ആരെ ഫോളോ ചെയ്യണം, ഈ കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നുണ്ട്.
ഈ 12 പേര് ഡയലോഗ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയുമായിട്ടാണ് എഴുതുന്നത്. 12 പേരുടെ സൈക്കോളജി, ഇവർ ഈ ഡയലോഗ് പറയുന്നതിന് മുന്നേ ഇവർ ഓരോരുത്തർ ചിന്തിച്ചത് എന്തായിരിക്കും, ഇതിനെ ട്രിഗർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇത്രയും ഡ്രൈവുകൾ നമ്മൾ കൊണ്ടുവരണം. ഈ മാനസികാവസ്ഥയോടെ മൊത്തം കടന്നു പോകണം. ഈ സ്ക്രീൻ റൈറ്റിംഗിൽ ഈ സ്പെഷ്യലി ഈ ഡയലോഗ് റൈറ്റിംഗ് അത് അത്ര എളുപ്പമായിരുന്നു? ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരേ സമയത്ത് നമ്മൾ പല പല ആളുകളായി അവരായിട്ട് പെരുമാറണമല്ലോ, അവരായിട്ട് ആലോചിക്കണം, അവരായിട്ട് പെരുമാറണം. അവര് പെരുമാറുമ്പോൾ അവർക്കത് സത്യസന്ധമാണല്ലോ. അപ്പം അവര് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ചിട്ടല്ലോ അവര് പെരുമാറില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം, അവരായിട്ട് മാറണം. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഒരു 12-13 പേരായിട്ട് ഡെയിലി പൊക്കോണ്ടിരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ചില കോൺഫ്ലിക്ട്സ് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവരെ എല്ലാം നമുക്ക് ഓർത്തിരിക്കണം. എല്ലാ സീനിലും ഇവര്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ മതിലിൽ ഇവരുടെയൊക്കെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോ ഒട്ടിച്ചു. അല്ലെങ്കിൽ ഐപാഡിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ബാക്ക് ടു ഇവര് ആരൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരാൾ എത്ര നേരമായി ഡയലോഗ് പറഞ്ഞിട്ട്, അയാൾ എത്ര നേരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്നുള്ളത് വിട്ടുപോകരുത്. അതൊരു മേജർ ചലഞ്ചാണ്. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ റാൽഫ് പറയുന്ന പോലെ ഈ സിനിമയെ ഞാൻ ആദ്യം കൺസീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഒരു ആക്ഷൻ ഫിലിം ചെയ്യാം വിത്തൗട്ട് ആക്ഷൻ. ഒരു അടിപ്പടം, അടിയൊന്നും ഇല്ലാത്തൊരു അടിപ്പടം, വാക്കുകൾ കൊണ്ടുള്ള സംഭാഷണങ്ങൾ കൊണ്ട്. അപ്പം ശരിക്കും ഇപ്പം അലൻ സോർക്കിൻസ് ഒക്കെ അത് മാസ്റ്ററാണ് അതിൻ്റെ. അപ്പം ഇതിനെ ഞാൻ ആദ്യം കൺസീവ് ചെയ്യുന്നത് ഒരു വെർബൽ ആക്ഷൻ ഫിലിം, എങ്ങനെ അടിയില്ലാത്ത എന്നാൽ സംഭാഷണങ്ങൾ കൊണ്ട് എങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് ചെയ്യാം. അപ്പോൾ 12 ആളുകൾക്കും 12 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, 12 പോയിന്റ് ഉണ്ടെങ്കിൽ, 12 പോയിന്റും 12 പെർസ്പെക്റ്റീവ്സും റെലവൻ്റ് ആണെങ്കിൽ എങ്ങനെ അത് കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ബേസിക് തോട്ട്. ഈ പറഞ്ഞ പോലെ അലൻ സോർക്കിൻസ് എന്നൊക്കെ പറയുന്ന മാസ്റ്റേഴ്സ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിലാണെങ്കിലും ജോബ്സിലാണെങ്കിലും എല്ലാം ഒരു സൈലൻസും ഇല്ലാതെയാണ് ആ കോൺവെർസേഷൻസ് പോകുന്നത്. ബാക്ക് ടു ബാക്ക് ഒരു സംസാരിക്കുമ്പോഴേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ എഴുതുന്ന സമയത്ത് ഓരോ ക്യാരക്ടറിനും പെർസ്പെക്റ്റീവ് പിടിച്ചിട്ടാണുള്ളത് എഴുതുന്നത്. അപ്പൊ നമ്മൾ എൻറ്റയർലി ആ ക്യാരക്ടർ എങ്ങനെ ചിന്തിക്കുന്നു, ഇയാളുടെ ചിന്തകളുടെ അടിസ്ഥാനം ഇയാളുടെ ബാക്ക് സ്റ്റോറീസ് ആയിരിക്കാം, വളർന്ന സാഹചര്യങ്ങളായിരിക്കാം, ഇതൊക്കെയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും മാറിപ്പോകുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടന്റിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്നും മാറിപ്പോകാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഐ മീൻ നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ പറയുന്ന ഇതിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഈ പാത്വേയുടെ ഇതിന്ന് ബാക്ക് ടു ബാക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ടോ? ശരി, തീർച്ചയായിട്ടും. ആ ഡൈഗ്രസ് ചെയ്ത് അതായത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ രമിച്ചു പോരുതല്ലോ, ഏതെങ്കിലും ഒരു ക്യാരക്ടറിലോ നമ്മൾ എഴുതുന്നതിനകത്തോ രമിച്ചു പോരുത്. അപ്പൊ അതിനകത്തൊരു ഒരു നമ്മളൊരു വിഷയം സംസാരിക്കുന്നുണ്ട്, ആ ഒരു രസച്ചരടുണ്ട്. അതിൽ നിന്ന് വിട്ടു പോകാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടർ ആദ്യം തുടങ്ങുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഓഡിയൻസിന്റെ ഉള്ളിൽ ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്, രജിസ്റ്റർ ആവുന്നു. പിന്നെ നമുക്കത് മാറ്റി പിടിക്കരുത്. ഈ കണ്ടിന്യൂറ്റി ഓഫ് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം കാരണം നമ്മൾ എഴുതുന്ന ഒരു 4 മാസം കൊണ്ടാണ് എഴുതുന്നത്. അപ്പം ആ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അത് മാറിപ്പോ അപ്പം എപ്പോഴും നമ്മൾ തിരിച്ചു പോവുമായിരുന്നു. ഇയാളുടെ ആർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഓരോരുത്തർക്കും നമ്മളൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്, ആ സെപ്പറേറ്റ് സ്റ്റോറി, അയാൾക്കൊരു ആർക്കുണ്ട്. അതിൽ ഇത് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും റീചെക്ക് ചെയ്യുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ശരിക്കും സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ 13 പേരാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം നാടക സുഹൃത്തുക്കളാണ്. പലരും ക്യാമറയുടെ മുന്നിൽ പോലും വന്നിട്ടില്ല. ഇപ്പോൾ ഇവരിത് ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ സിനിമാറ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നതിന്റെ ഭയങ്കര ഒരു എക്സ്ട്രീം വേർഷൻ ഉണ്ട്, ഈ തിയേറ്റർ പെർഫോമൻസിന്റെ മറ്റൊരു എക്സ്ട്രീം ഉണ്ട്. ഇതിൽ ബ്ലെൻഡ് ചെയ്ത് സിനിമാറ്റിക്കലി നിങ്ങൾ ഇങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതിന്റെ ഒരു ട്രെയിനിങ് ഓറിയന്റേഷൻ അത് എങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവരെ ഫറാദിയുടെ കുറെ സിനിമകൾ കാണിച്ചു. കാരണം അസ്ഗർ ഫറാദി ഇതിന്റെ ഒരു മാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും, അദ്ദേഹം 1 വർഷമൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും തിയേറ്റർ ആക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇങ്ങനെ കുറെ സ്റ്റഡി നടത്തിയിരുന്നു. അപ്പം കുറെ ഡോക്യൂസ് ഒക്കെ ഉണ്ട്, ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെ ഈ ഇവർ ആദ്യമായിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. അപ്പൊ സെപ്പറേഷനും സെയിൽസ്മാനും കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക്, ഇതിലേക്ക് അച്ചീവ് ചെയ്യണം. അപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ, കാരണം തിയേറ്ററിൽ അഭിനയിക്കുമ്പോൾ ബോഡിയാണ് മെയിൻ ആക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശബ്ദമാണ്. കാരണം ഈ പറയുന്ന എല്ലാവരിലേക്കും എത്തേണ്ടത് സട്ടിലിറ്റീസ് അല്ല അവിടെ ഫോക്കസ്, ഒരു ബോഡിയാണ് അവിടെ അഭിനയിക്കുന്നത്. അപ്പൊ ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും അത് വളരെ കൺട്രോൾഡ്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഒന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഞാൻ ആ ഡയലോഗ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഡയലോഗ്
മീൻ ചെയ്ത് പറയും. അത് പറയുമ്പോൾ അത് അർത്ഥവത്താക്കി പറഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും ശരീരത്തിൽ വരുന്നുണ്ട്, അത് ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഇവർക്ക് കുറച്ച് സമയം എടുത്തു, ഒരു 10-12 ദിവസം എടുത്തു. പിന്നെ ഇപ്പം കണ്ടിന്യൂറ്റിയുടെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആദ്യം. കാരണം ഇത് ഒരു സാധനം തന്നെ ചെയ്തത് വീണ്ടും ചെയ്യണം. അതേ 12 പേര് ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരാളാണ് ഡയലോഗ് പറയുന്നതെങ്കിലും പുറകിൽ നിൽക്കുന്ന ആളുടെ കണ്ടിന്യൂറ്റിയും അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കണ്ടിന്യൂറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവ കുറച്ച് അതുകൊണ്ടാണ് ഈ പറഞ്ഞ് ഈ 35 ദിവസം നമ്മൾ ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തത് എക്സ്ട്രീംലി ഗുണകരമായി. കാരണം ഓൺ സെറ്റ് വന്നപ്പോഴത്തേക്കും ക്യാമറ വരുന്നു, ആൾക്കാർ വരുന്നു, 10-60 പേര് ചുറ്റും നോക്കുന്നു. ഇവരെ അത് ഭയപ്പെടുത്തിയില്ല, യൂസ്ഡ് ആയി. ഈ 12 പേരും കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോഴേ, ഇപ്പോൾ നാടകത്തിന് ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടറാണ് ഇതിലെ സ്റ്റേജിങ്ങിലുള്ള ബ്ലോക്കിംഗ്. അപ്പോൾ 20 പേര് നിന്ന് കഴിഞ്ഞാൽ പരസ്പരം മാസ്ക് ആവാതെ എല്ലാവരും വിസിബിൾ ആയി, അതൊരു ഭയങ്കര ഈ പറഞ്ഞ രസക്കൂട്ടുണ്ട് അതിന് ബ്ലോക്കിങ്ങിൽ. ആട്ടത്തിൽ വരുമ്പോഴും കൂടുതൽ വൈഡ് ലെൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, ഇത്രയും ആൾക്കാരുള്ളപ്പോൾ അതൊരു ഭയങ്കര രസമായിട്ട് ബ്ലോക്കിംഗ് കാണാൻ പറ്റിയിരുന്നു. ഇവര് നിൽക്കുന്ന സീനാവട്ടെ, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും സംസാരിക്കുമ്പോഴാവട്ടെ, ഇവരിൽ നമ്മളെല്ലാവരെയും നോക്കുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, ഇവരെല്ലാം നമുക്കറിയാം. അപ്പൊ നമുക്കൊരു പോയിന്റ് നോക്കി ഇയാൾ ഇപ്പൊ ഇടത്തോട്ട് തിരിയുന്നത് നമുക്ക് അറിയാം, ഇടത്തോട്ട് തിരിയും, നമ്മൾ ഇവരൊപ്പമായി. എന്നാൽ അപ്പുറത്ത് വേറെ ഡയലോഗ് പറയുന്നുണ്ട്, ഇവരെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. കൃത്യമായിട്ട് ബ്ലോക്കിംഗ് അവിടെ ഉണ്ടായിരുന്നു, അത് ഫ്രെയിമിങ്ങിൽ ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റേജിലായിട്ട് തന്നെ ഇതിന്റെ ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്ത് പോകണം, അങ്ങനത്തെ ഒരു പ്ലാൻ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ബ്ലോക്കിംഗ് ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാണുന്ന ആൾക്ക് അവിടെ ആവണമെങ്കിൽ ഞാനും അനിരുദ്ധാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ. അനിരുദ്ധിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞാനും അനിരുദ്ധും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ടുകളും വേണ്ട. സിനിമാറ്റിക് ആയിട്ടുള്ള മുമ്പ് ഒരു ട്രാക്കോ ട്രോളിയോ ജിബോ ക്രെയിനോ ഒന്നുമില്ല സിനിമയിൽ. അപ്പം ഇടയ്ക്ക് ഒരു ഗിംബൽ വരുന്ന അല്ലാതെ. അപ്പോൾ ഒരു ബ്രീത്തിങ് ഉണ്ടാവണം. അതായത് ആക്ച്വലി 70% വരെ ഇൻ്റർവെൽ പോയിന്റ് കഴിഞ്ഞൊരു പോയിന്റ് വരെ നമ്മൾ 50 mm മുകളിലോട്ട് ലെൻസ് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഡീപ്പ് ഫോക്കസ് ആയിരിക്കണം. കാരണം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല, ഓഡിയൻസിന് വിടുകയാണ്. അപ്പം ഓഡിയൻസ് അവിടെ അവരവിടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ വേണ്ട ഒരു ബ്ലോക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തിട്ട് ആണ് പിന്നെ ഒരു പടത്തിൻ്റെ ലാസ്റ്റ് ആക്ടിലാണ് 50 തൊട്ട് 85ലേക്കും പോർട്രേറ്റ് ലെൻസുകളിലേക്കും ഒക്കെ നീങ്ങുന്നത്. അപ്പോൾ അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ബ്ലോക്കിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 5 സ്ക്രീനിങ്ങോളം ഫെസ്റ്റിവൽസിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇത് ശരിക്കും നിങ്ങൾ ഇംപ്രവൈസ് ചെയ്താണോ? അവിടെ ചെന്നിട്ട് എല്ലാവരും ഡയലോഗ്സ് ഇംപ്രവൈസ് ചെയ്യാൻ പറഞ്ഞാൽ അല്ല, ഇതിനകത്ത് ഒരു ഡയലോഗ് പോലും ഇംപ്രവൈസ്ഡ് അല്ല. സ്ക്രിപ്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിനകത്ത് ആണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഉദ്ദേശം അത്രയും റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തോന്നണം. അതായത് അപ്പൊ വായി തോന്നുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നണം, എന്നാലേ ഇത് വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് വിജയിക്കില്ല ഈ സിനിമ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയി പോകും. ഇതിൽ തന്നെ ഈ ലെങ്തി സീനുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ആത്യന്തികമായിട്ട് ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ഡ്രാമയുടെ ഒപ്പം തന്നെ ഇതിന്റെ ഈ ഒരു ത്രില്ലർ എന്ന് പറഞ്ഞ എലമെന്റ് ത്രൂ ഔട്ട് കിടപ്പുണ്ട്. ഈ ത്രില്ലർ സിനിമകൾ നമ്മൾ പൊതുവെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിനിമാറ്റിക് ആക്കാൻ, കമേഴ്ഷ്യൽ ആക്കാനായിട്ട് ഇതിനൊരു ടെംപ്ലേറ്റിൽ ചെറിയ ചെറിയ സീനുകൾ, ഒരുപാട് ഇന്റർ കട്ട് ഷോട്ട്സ്, ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ. നമ്മൾ യൂഷ്വലി യൂസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ. ഇതിൽ വരുമ്പോൾ ലെങ്തി സീനുകളാണ്. ഈ ലെങ്തി സീനുകളെല്ലാം ഈ പറഞ്ഞ ആളുകളെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഈ പറഞ്ഞ ത്രില്ലർ ഈ എലമെന്റ്സ് ഒന്നും എവിടെയും ചോർന്ന് പോകുന്നില്ല. ഈ ലെങ്തി സീനുകൾ, ലെങ്തി ഡയലോഗുകൾ, ഇതിന്റെ എഴുത്തിൽ ശരിക്കും ഒരു ഹൈ ഉണ്ടോ? ഉണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോളൂ, ഈ സ്ക്രീൻ പ്ലേ മാസ്റ്റേഴ്സ് സംസാരിക്കുമ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ പറയുന്ന സീനുകളാണ് ഈ ഡൈനിങ് ടേബിളിന് ചുറ്റുമുള്ള സാധനങ്ങൾ. അപ്പോൾ ആ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന സാധനങ്ങൾ നമ്മളെടുത്ത് ചലഞ്ചിങ് ആയിട്ട് അത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ ഉണ്ട്. അത് എത്രത്തോളം ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഞാൻ ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു സസ്പെൻസ് ഡ്രാമ, ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് കൺസീവ് ചെയ്തത്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ എന്ന് പറയുന്നത് സ്ക്രീനിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴല്ല, ഓഡിയൻസിന്റെ തലയിൽ, ഇവരുടെ തലയിൽ അവൻ അങ്ങനെ എന്താ ചെയ്ത്, അവൻ എന്താ അങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞത് അതാണെങ്കിൽ അതായിരിക്കില്ല ഉദ്ദേശിച്ചത്, ആ സമയത്ത് അവനെന്തിനാ അങ്ങനെ നോക്കി, ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഓഡിയൻസ് ഓരോരുത്തരായിട്ട് എൻഗേജ് ചെയ്യും. ഓഡിയൻസ് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ മനസ്സിലാക്കി, ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ആ മനസ്സിലാക്കൽ തെറ്റായിരുന്നു. ഇങ്ങനെ കൺസിസ്റ്റൻ്റ്ലി എൻഗേജ് ചെയ്യുമ്പോഴാണ് സിനിമ ത്രില്ലിംഗ് ആവുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ആ ഒരു കൺവിക്ഷനിലാണ് സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോട്ടിനെ പറ്റി പറയാം. ഈ
ഒരു പോയിന്റിൽ ഇവര് ഈ കറണ്ട് പോയിട്ട് ഇൻവേർട്ടറും വർക്ക് ആവുന്നില്ല, ഇവരെല്ലാം പുറത്തേക്ക് ഇറങ്ങണം, ചൂടാന്നൊരു ജോലി എല്ലാവരും വിളിച്ച് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ ആ ഒരു സീക്വൻസ് ആണ്. ഇവർ പുറത്തോട്ട് ഇറങ്ങുന്നു, അവിടെ നേരെ കട്ട് ചെയ്ത് പോകുന്നത് ഈ എം ടി ചെയേഴ്സിലോട്ടാണ്. ഈ എം ടി ചെയേഴ്സിൽ ഒരു ബ്ലോക്കിംഗ് രസമുണ്ട് അതിൽ. ആ ഒരു ഷോട്ട് എന്തുകൊണ്ടായിരുന്നു ഭയങ്കര എം ടി ആയിട്ട്? അങ്ങനെ അതിനെന്തെങ്കിലും വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അതിനുള്ളിൽ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ സിനിമേനെ ഒരു വളരെ സട്ടിലായിട്ട് ചില ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കോൺവെർസേഷനായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സാധനത്തിൽ നിന്ന് പതുക്കെ ഒരു മൊമെന്റ് ഓഫ് റിഫ്ലക്ഷൻ ഓഡിയൻസിന് ഒരു ഇത്രയും കഴിഞ്ഞ കാര്യത്തിന്റെ അവരില്ല ആ സ്പേസ് അവിടെ ഉണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അവർ പോയി, ആ ടേബിളും ആ സാധനങ്ങളും അവിടെ ഉണ്ട്, നിങ്ങളും അവിടെ ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്. അപ്പം ആ ഒരു മൊമെന്റ് ഓഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ് ആ ഷോട്ട് വെച്ചത്. ഒരു ബ്രീത്തിങ് സ്പേസ്, ഒരു ബ്രീത്തിങ്ങും ഒരു മൊമെന്റ് ഓഫ് ഒന്ന് ഓഡിയൻസ് സിങ്കിൻ ചെയ്ത് അടുത്തേക്ക് കയറും. പിന്നെ ഇവര് തുടങ്ങുന്നത് ഇത് അടുത്ത സെറ്റ് ഓഫ് സാധനങ്ങൾ. ഇതിൽ ഒരു സിനിമ എപ്പോഴും കൺസീവ് ചെയ്യുമ്പോൾ സിനിമയുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇത് നമ്മൾ എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയെ വളരെ ഈ പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റിവൽ കണ്ടന്റ് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം, എന്നാൽ ഭയങ്കര കമേഴ്ഷ്യലായി സെറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് ഒരു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഓഡിയൻസിന് വേണ്ടി മാത്രം സിനിമ ചെയ്യാം. ഈ സ്വഭാവം തീരുമാനിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ ആട്ടത്തിന് വളരെ രസകരമായിട്ടുള്ള സിനിമാറ്റിക് സ്കെയിലുള്ള ഈ വലിയൊരു തിയേറ്റർ സ്പേസിൽ എല്ലാവരും ഇരുന്ന് കാണേണ്ട ഒരു തര സിനിമ എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ അത്തരത്തിൽ സിനിമയുടെ സ്വഭാവം സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ജോണറിനൊക്കെ അപ്പുറം സിനിമ ഇങ്ങനെയായിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്, ആ ഒരു തീരുമാനം എപ്പോഴായിരുന്നു? ആദ്യം തന്നെ. അതായത് ഈ പടം ഒരുപക്ഷെ ഞാനും വിനയും ഈ നമ്മളിങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിനയ് ഈ ഇതായിട്ട് വന്നത്, ഇങ്ങനെ ഐഡിയ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ ആളുകൾ കാണുന്നതും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുന്നതുമായിട്ടുള്ളൊരു സിനിമയായിരിക്കണം. എന്നാൽ ഇതിന് ഒരു എസ്തെറ്റിക്കൽ റെലവൻസ് ഉണ്ടാവണം. അതിനൊരു ഇപ്പോൾ പറയുന്ന പോലെ കോണ്ടന്റ് വൈസ്, അതിൻ്റെ ഒരു സബ്ജക്റ്റ് വൈസ് നമുക്കൊരു ഫെസ്റ്റിവൽസിൽ അയച്ചാൽ ആ ഫെസ്റ്റിവൽസിനും ഒരു സാധ്യത ഉണ്ടാവണം. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട് എന്നാണ്. നമ്മുടെ എസ്തെറ്റിക്സ് ചോരാതെ എന്നാൽ അതിനെ വളരെ ലാർജർ ഓഡിയൻസിലേക്ക് നമുക്ക് പാക്കേജ് ചെയ്യാൻ പറ്റുന്ന, അത് അതിൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സമയത്താണ്. നമ്മൾ സബ്ജക്റ്റ് ആലോചിക്കുമ്പം അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, ഓഡിയൻസിന് എന്ത് ഇഷ്ടപ്പെടും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, നമ്മളിപ്പോൾ പറയില്ലേ, ഒരു മരുന്ന് ഒരു കുട്ടിക്ക് കൊടുക്കുക, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു മുത്തശ്ശി ആ മരുന്ന് കൊടുക്കുന്നതിന് ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ അതൊരു കൊഴുക്കട്ടയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ആ മരുന്ന് എത്തുന്നുണ്ട്, പക്ഷെ അതിനൊരു പാക്കേജിങ് ഉണ്ട്. അത് നമ്മുടെ അത് അങ്ങനെ ചെയ്യണമെന്നല്ല, അങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവരും ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ ഡിപ്പെൻസ് ഓൺ, ഇപ്പോൾ റാൽഫ് ചോദിച്ച പോലെ നമുക്ക് ആരെയാണ് കേട്ടർ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്യാനുള്ള ധൈര്യമില്ല. അല്ല അങ്ങനത്തെ ഒരു ഇതിനോട് എനിക്കൊരു സ്ട്രോങ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാക്കിംഗ് ഉണ്ടാവണം. പ്രൊഡ്യൂസർ കൺസിസ്റ്റൻ്റ്ലി ഇൻവോൾവ് ആയിരിക്കണം. എൻ്റെ സിനിമയ്ക്ക് വേണ്ട എന്താ പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങൾ, റിസോഴ്സസ് എത്തണം. അല്ലാതെ ചെയ്യാനായിട്ടുള്ള ഒരു ധാരണയോ ധൈര്യമോ എനിക്കില്ല. അപ്പോൾ അത് ആദ്യമേ തീരുമാനിച്ചിരുന്നു, ഇങ്ങനെ ആയിരിക്കണം ഈ സിനിമ പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പേസിങ്, അത് നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് എഡിറ്റിൽ അങ്ങനെ ആക്കാൻ പറ്റില്ല. അത് സ്ക്രിപ്റ്റ് മുതലേ ആലോചിക്കണം, അതിൻ്റെ ഒരു പേസിങ് ഇങ്ങനെ ആയിരിക്കണം പോകേണ്ടത് എന്നുള്ളത്. ഇതിൽ തന്നെ ഈ നേരത്തെ നമ്മൾ ഈ ഡയലോഗ് പറ്റി പറഞ്ഞപ്പോഴേ ഈ വൺ ലൈനേഴ്സ് ഉണ്ടല്ലോ, കുഞ്ഞു ഇതായിട്ടുള്ളത്. ഇതിലൊരു സീക്വൻസിൽ എന്നെ ഇതിനെ കയറി പിടിക്കണേ ഞാൻ ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണല്ലേ, ഇതൊരു ക്യാച്ച് ചെയ്തതാണ്. അതുപോലെ വിനയ് തന്നെ ഈ ഫുഡ് ഡെലിവറി വന്ന് വരുമ്പോ എടാ അല്ലടാ, ഇതിൽ നമുക്ക് എവിടെയോ അറിയുന്ന ആരോ ആണ് ഇവരിലെല്ലാം നമ്മൾക്ക് അറിയുന്ന ആരുടെയൊക്കെയോ നമ്മളുടെ റിഫ്ലക്ഷൻസ് ഉണ്ട്. എനിക്ക് ഞാൻ ചോദിക്കണം, നേരത്തെ ഈ ലെങ്തി വെർബൽ പ്ലേ പറ്റി പറഞ്ഞതുകൊണ്ട് ഇതിൽ ഈ കുഞ്ഞു ഡയലോഗുകൾ വരുമ്പോഴേ ഇപ്പൊ ഇതിലെല്ലാം കമ്മ്യൂണിക്കേറ്റ് ആവണം. ഒരുപക്ഷെ ഇതിൽ ഈ ക്യാരക്ടർ ഇതായിരിക്കണം, നമുക്ക് മനസ്സിലാവണം ഇയാൾ ഇങ്ങനെയായി സംസാരിക്കുക എന്നുള്ളത്. ഈ ചെറിയ ഡയലോഗുകൾ എഴുതുന്നത് അതാണ് ശരിക്കും ബുദ്ധിമുട്ട്. അതൊക്കെ സംഭവിക്കുന്നത് ഞാൻ പേഴ്സണലി എഴുതുമ്പോൾ നമുക്കൊരു സീനിൽ ഇതാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുണ്ടാവും. പിന്നെ ഡയലോഗ്സ് എഴുതുമ്പോൾ ഒരു ഡയലോഗിൻ്റെ വാലേ തൂങ്ങിയാണ് അടുത്ത ഡയലോഗ് വരുന്നത്. എനിക്കറിയില്ല എന്താ അടുത്ത് എഴുതാൻ പോകുന്നത്.
ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനാണല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കറിയില്ലായിരുന്നു അടുത്തത് അതാ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സാധ്യത തോന്നി ആണല്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ അതിനകത്തൊരു വെർബൽ പ്ലേ ഉണ്ട്, അതിനകത്തൊരു ഹ്യൂമർ ഉണ്ട്, പക്ഷേ അത് കോണ്ടെക്സ്റ്റിൽ റെലവെൻറ്റുമാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ രമിച്ച് വേറെ സ്ഥലത്തോട്ട് പോകരുത്. സിനിമയുടെ ക്രക്സുമായിട്ട് റെലവെൻ്റ് ആയിരിക്കണം എന്ത് രസം പിടിച്ചാലും. അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. ഒരുപക്ഷെ സിനിമയിൽ റൈറ്റിങ്ങിൽ ആകെക്കൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയലോഗ് റൈറ്റിംഗ് ആണ്. ബാക്കി ശല്യമാണ്. ഇതിൻ്റെ ഒരു പാരന്തറ്റിക്കൽസ് എഴുതുന്നത്, അവിടെ അവർ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് നിന്നു, നമുക്കറിയാവുന്നൊരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യാൻ. പ്രത്യേകിച്ച് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം, പക്ഷെ എന്നാൽ എഴുതാതിരിക്കാനും പറ്റില്ല. അത് ബോറടിക്കുന്നൊരു കാര്യമാണ്. ആ കൂടെ നമുക്ക് ത്രില്ല് കിട്ടുന്നത് ഡയലോഗ് എഴുതുമ്പോൾ. ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇത്രയും ആക്ടേഴ്സിൽ ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാവുന്ന ഈ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അത് തന്നെ സെറിൻ ഒരു ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആയിട്ട്. അതിൽ ഈ അഞ്ജലിയുടെ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇവർ ഇങ്ങനെ ഒരു ടേബിളിൽ അവിടെ ഇരിക്കുന്നു, ഇവര് കരയുന്നുണ്ട്, ഇവർക്ക് ഭയങ്കര നിസ്സഹായാവസ്ഥ തോന്നുന്നുണ്ട്, ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഈ ഇമോഷനിലൂടെ എല്ലാം കാണുന്ന നമ്മൾ വെറുതെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റ് നമുക്ക് തോന്നും നമ്മളും അഞ്ജലിയും ടീമാണ്, ഇവരെല്ലാം നമുക്ക് എതിരാന്ന് തോന്നും. മറ്റൊരു പോയിന്റ് തോന്നും നമ്മളെല്ലാം അഞ്ജലിക്ക് എതിരാന്ന്. ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടല്ലോ. ഈ ഒരു ആക്ട്രസിനെ ഓഡിഷൻ വഴിയാണ് സെറിൻ വന്നതെന്ന് അറിയാം. ഇവരിലോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു, ഇവരത് പെർഫോം ചെയ്യുന്നു, അതിൽ കൃത്യമായ ജഡ്ജ്മെന്റ് എടുക്കുന്നു. ഇതിൽ നമുക്ക് ഫൈനസ്റ്റ് എന്ന് തോന്നുന്നൊരു മൊമെന്റ് അതത്ര എളുപ്പമാണ് ശരിക്ക് കോൾ ചെയ്യാനായിട്ട്. എളുപ്പമല്ല, കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിക്കുന്ന വെച്ചാൽ ഒരു ആക്ടർ പെർഫോം ചെയ്യുമ്പോൾ അയാൾക്ക് നന്നായി എന്ന് തോന്നുന്നൊരു സാധനം ചിലപ്പോൾ ക്യാമറയിൽ നന്നാവണമെന്നില്ല. അയാൾക്ക് ഇതത്ര നന്നായില്ലല്ലോ എന്നൊരു സാധനം ചിലപ്പം ക്യാമറയിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ സ്ക്രീൻ പ്ലേയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീറ്ററിൽ കറക്റ്റ് ആയിരിക്കും വന്ന് വീഴുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ കോള് നമ്മുടെ ഡയറക്ടറിൻ്റെ കോള് തന്നെയാണ്. നമ്മൾ എഡിറ്റിലേക്ക്, പിന്നെ ചില സമയത്ത് എഡിറ്റിൽ മാറും. എഡിറ്റിൻ്റെ സമയത്ത് വേറൊരു ടേക്ക് ആയിരിക്കും, ആ ഫ്ലോയിൽ കറക്റ്റ് ചിലപ്പം സാധനമായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതൊരു മേക്ക് ബിലീഫ് ആണ്, ആക്ച്വലി ആണ്. അത് ആ ആക്ടർ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് മുമ്പത്തെ ഷോട്ടും ഇതിന് മുമ്പത്തെ ഷോട്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഈ ടൊട്ടാലിറ്റിയിൽ അത് ഏറ്റവും ബിലീവബിൾ ആയിട്ടുള്ള കാര്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ആ എടുക്കേണ്ട കോള്. പക്ഷെ ഇപ്പോൾ സെറിനെ സംബന്ധിച്ചോളം സെറിൻ ഒന്നത്തെ കാര്യം ആക്ച്വലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്. അധികം സെറിൻ തന്നെ പറയുന്നത് സെറിന് ഒരു പ്രോസസ് ഇല്ല. സെറിന് ആ സമയത്ത് ഡയലോഗ്സും കാര്യങ്ങളും, സ്ക്രിപ്റ്റ് വേണം സെറിന്, ഡയലോഗ്സും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം വിനയ് എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ, സെറിൻ എന്തോ ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ്, കുറച്ചൊരു അണ്ടർ പെർഫോം ചെയ്യുന്നില്ല എന്നൊരു. അത് കഴിഞ്ഞ് വിനയ് വന്നിട്ട് ഇത് സീൻ കണ്ടപ്പോഴാണ് വിനയന് എന്നെ മനസ്സിലായത് ആക്ച്വലി ഭയങ്കര പ്രൊനൗൺസ്ഡ് ആണ് സെറിൻ്റെ സട്ടിലിറ്റീസ്. ഒന്നും ചെയ്യാതെ ആ ചെറിയ സ്ട്രോക്സ് ഓഫ് കൺവേ ചെയ്യും. അപ്പോൾ സെറിൻ അങ്ങനെ ഒരു ഇന്റലിജന്റ് ആക്ടറാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ മുതലേ ഇതിലെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഇതിലെ കോൺഫ്ലിക്ട്സാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിന്റെ ബാക്ക് സ്റ്റേജ് ഗ്രീൻ റൂം മുതൽ തുടങ്ങുന്ന കോൺഫ്ലിക്റ്റുകൾ ക്ലൈമാക്സ് വരെ സിനിമയെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളിതിനു മുന്നേ കുറേ കോൺഫ്ലിക്ട്സ് കണ്ടിട്ടുണ്ട് പല സിനിമകളിലായിട്ട്. അത് വെർബലി കണ്ടിട്ടുണ്ട്, അല്ലാതെ ഫിസിക്കലിയുള്ള കോൺഫ്ലിക്ട്സ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഓഡിയൻസ് കുറേ പേരൊക്കെ ഇതിനോട് യൂസ്ഡ് ആണ്, അറിയാം, പല ഭാഷകളിലും പല സിനിമകളൊക്കെ കാണുന്നവരാണ്. അവരുടെ മുന്നിൽ വീണ്ടും ഈ പറഞ്ഞ ഒരു വേർബൽ കോൺഫ്ലിക്റ്റുകൾ കൊണ്ടുവരുന്നു. അതിൽ ആളുകളുടെ സൈക്കോളജി ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്. ഈ കോൺഫ്ലിക്ട്സിൽ ബോറടിക്കാൻ പാടില്ല ആളുകൾ. ഇവർക്ക് പുതിയ ഈവൻസ് ആയിരിക്കണം ഓരോ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. ഈ കോൺഫ്ലിക്റ്റുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കോൺഫ്ലിക്റ്റ് സെറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാ വെച്ചാൽ എത്രത്തോളം റിയൽ ആക്കുക, അതായത് കാണുന്നവർക്കൊക്കെ അനുഭവമുള്ള അവർ പേഴ്സണലി പോയിട്ടുള്ള വളരെ സട്ടിലായിട്ടുള്ള ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോൺഫിഡൻസ്. അതായത് ഈ പറഞ്ഞ പോലെ സൈക്കി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ ഒരേ സമയം ആലോചിക്കുന്നുണ്ട് എനിക്ക് എന്തിനാണ് ഈ സീൻ ഇഷ്ടപ്പെട്ടത്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ സീൻ ഇഷ്ടപ്പെടാത്തത്, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇപ്പം കരഞ്ഞത്, അപ്പം എന്താണ് ആ ഫാക്ടർ എന്ന്. കാരണം അത് കാണിക്കുന്നൊരു കാര്യമല്ല, അതിൻ്റെ പുറകിലുള്ളൊരു സൈക്കിയാണ് നമ്മളെ അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിനും അങ്ങനെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. അപ്പം ഇത് എൻ്റെ ഒരു കോൺസ്റ്റന്റ് ആലോചനയാണ് എഴുതാൻ നേരത്ത്. കാരണം ഒരേ സമയത്ത് നമ്മൾ എഴുതാൻ നേരത്ത് ഞാനൊരു
പ്രോപ്പർ ഓഡിയൻസും കൂടാണ്. ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സട്ടിലായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ചിലപ്പം വലിയ കോൺഫ്ലിക്ട്സിനേക്കാളും നമുക്ക് പരിചയമില്ലാത്ത വലിയ കോൺഫ്ലിക്ട്സിനേക്കാളും ഭയങ്കര സാധ്യത ഉണ്ട് എന്ന് എഫക്റ്റീവായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമ ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഇത് പേപ്പറിൽ നിന്ന് സ്ക്രീനിലോട്ട് വരുന്നു, ഇത് നമ്മൾ ഡെലിവർ ചെയ്യുന്നു. ഓഡിയൻസിൽ സിനിമയുടെ സാധ്യതകൾ എന്നുള്ളത് അതൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും പോസ്റ്റ് റിലീസിൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മാജിക്കാണ് അവിടെ സംഭവിക്കുന്നതെല്ലാം. ഈ ഓഡിയൻസ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ, എഴുതുമ്പോൾ ഓഡിയൻസ് പെർസ്പെക്റ്റീവിലാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ സിനിമയുടെ സ്വീകാര്യത എന്നത് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ? പിന്നെ ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മേക്കർക്ക്, പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയാകുമ്പോൾ കൺഫ്യൂഷൻസ്. ഇപ്പം ഈ സിനിമ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഈ സിനിമയുടെ ട്രാവൽ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഒരു 10,000-2,000 പേരെങ്കിലും ഈ 5 ഫെസ്റ്റിവൽസിലെ 10ഓളം സ്ക്രീനിങ്സിനകത്തൂടെ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എനിക്കറിയാം ഒരു ഫെസ്റ്റിവൽ ആ ക്രൗഡിൽ നിന്ന് അത് മാത്രം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, റിലേ ചെയ്യാൻ പറ്റില്ല. തിയേറ്ററിക്കൽ ഒരു ലാർജർ തിയേറ്ററിക്കൽ സീനിലേക്ക് ഇത് വിടുമ്പോൾ എന്താണെന്ന് ആശങ്കകളുണ്ട്. അഫ്കോഴ്സ് നമ്മൾ ആദ്യത്തെ സിനിമയുടെ ആശങ്കകളുണ്ട്, എല്ലാം ഉണ്ട്, സ്വീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. സിനിമയിൽ പേഴ്സേ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. സിനിമയിൽ കാരണം ഒന്ന് ഈ പറഞ്ഞ പോലെ അത്രയും കുറെ ആൾക്കാർ കണ്ട് നമുക്കൊരു റെസ്പോൺസ് തന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ലേ? ഭയങ്കര പോസിറ്റീവ് ഡ്രൈവാണ്. എല്ലാ ഫെസ്റ്റിവലിൽ വരുന്ന മൂവീസിന് ഇത് കിട്ടണമെന്നില്ല. എസ്പെഷ്യലി IFFK. IFFK നമ്മൾ 3 ഷോ കാണിച്ചു. അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ ആയപ്പോഴത്തേക്കും ഭയങ്കരമായ ക്രൗഡ്, മൂന്നാമത്തെ ഷോ ആയപ്പോഴത്തേക്കും പോലീസ് വണ്ടി വരുന്നു, അങ്ങനെ ഭയങ്കര അപ്പോൾ അറ്റം വരെ ഇരുന്ന ആളുകൾ കാണുന്നു. അതൊന്നും അല്ല എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. കാരണം അത് എല്ലാ ഫെസ്റ്റിവൽസിനും ഒരു സിനിമ നല്ലതെന്ന് കേട്ടാൽ വരുന്ന ഒരു ക്രൗഡാണ്, എപ്പോഴും ഉണ്ടാവും. കഴിഞ്ഞ വർഷം നൻപകൽ നേരത്തെ എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓഡിയൻസ് തരുന്ന ഫീഡ്ബാക്സ് നമ്മളെല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇവർ ഒരു മെജോറിറ്റി പറയുന്നൊരു കാര്യം, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നും ഇതൊരു ബേസിക് സസ്പെൻസ് ത്രില്ലറാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട് തിയേറ്ററിലേക്ക് സിനിമ ഇറക്കുമ്പോൾ. ഇപ്പോൾ IFFK പ്രീമിയറിന് ശേഷം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ റിവ്യൂസ് ആയിരുന്നല്ലോ. അതിൽ ഈ ഞാൻ റിപ്പീറ്റഡ്ലി കണ്ട പല റിവ്യൂകളിലും അവർ ഈ കുറച്ച് കാലയളവിൽ കണ്ട മികച്ച സിനിമ എന്ന് വരെ, അതായത് ഇന്ത്യൻ സിനിമ എന്നോ മലയാളം സിനിമ എന്നല്ല പറയുന്നത്, അവർ വാച്ച് ചെയ്യുന്ന സിനിമകളിൽ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഇതൊരു തരത്തിൽ നമ്മളെ ഓവർ എക്സൈറ്റഡ് ആക്കുന്നുണ്ടോ, അതോ എങ്ങനെയാണ്? ഓവർ എക്സൈറ്റഡ്, ഭയങ്കര ഓവർവെൽമിംഗ് ആണ് അത്. നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ ചെയ്ത് കഴിയുന്ന മൊമെന്റ് മുതൽ ഇതിന്റെ നിറം മാറും. സിനിമ ചെയ്ത് കഴിഞ്ഞ് എല്ലാം എഡിറ്റെല്ലാം കഴിയുമ്പോൾ ഇത് പിന്നെ നമുക്ക് ആളുകൾക്ക് കൊടുക്കണം, ആളുകളെ ഇഷ്ടപ്പെടണം. അവിടെ ഞാൻ പേഴ്സണലി ആലോചിച്ച് തുടങ്ങുന്നു ആളുകളെ കുറിച്ച്. അപ്പോൾ ഇവർക്ക് ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിയേറ്ററിൽ 10ാമത്തെ മിനിറ്റ് മുതൽ ആളുകൾ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങുന്നു, ചിരിക്കുന്നു, പല കോർ മൊമെൻറ്റ്സിൽ, കോൺഫ്ലിക്റ്റിൻ്റെ മൊമെൻറ്റ്സിൽ, ചില റെവലേഷൻസിൽ, പ്ലോട്ട് ട്വിസ്റ്റുകളിലൊക്കെ ആൾക്കാർ കൈയടിക്കുന്നു. ഇത് എൻ്റെ കണ്ണ് നിറയുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാം ഇതിനകത്ത് ആദ്യ അനുഭവങ്ങളാണ്. എൻ്റെ ആദ്യത്തെ സിനിമ, ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഫസ്റ്റ് സ്ക്രീനിങ്, ഫസ്റ്റ് ഫെസ്റ്റിവൽ. ഇപ്പം നാളെ പടം ക്യൂബിലേക്ക് കൊടുക്കുമ്പോൾ ഈ പരിപാടി മുതൽ എല്ലാം ആദ്യമാണ്. അപ്പോൾ എല്ലാം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഓവർവെൽമിംഗ് ആണ് നമുക്ക്. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര തെറ്റിദ്ധാരണകളൊന്നുമില്ല, അല്ലെങ്കിൽ എന്നാൽ പിന്നെ അടുത്ത സിനിമയൊക്കെ സെറ്റാണെന്നുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഇതില് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ ഭയങ്കര രസമായിട്ട് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകളിലൂടെ മുറുകി പോകുന്നു. ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഇവരെന്താ പറയുന്നത്, മദൻ എന്ത് പറഞ്ഞു, ജോളി എന്ത് പറഞ്ഞു, ഇങ്ങനെ ആളുകൾ ഫോളോ ചെയ്ത് ഇവരുടെ സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോകുന്നു. പെട്ടെന്നൊരു പോയിന്റിൽ ഒരു ഈവന്റ് സംഭവിക്കാൻ പോകുന്നു. ഇവരെല്ലാം അവിടെ നിന്ന് ബ്രേക്ക് ആയിട്ട് ഇവർക്ക് പുറത്തിറങ്ങി ഈ വണ്ടികൾ മാറ്റണം, ചെരുപ്പുകൾ മാറ്റണം. അവിടെ ഇവരെല്ലാം വീണ്ടും യുണൈറ്റഡ് ആവാം. ഇവർക്കെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ ഒരുമിച്ച് നിൽക്കണം. ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴേ ഇപ്പൊ വേണമെങ്കിൽ ഇതിപ്പോ ഓരോരുത്തരെ ഫോളോ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇപ്പോ രണ്ടുപേരായിട്ട് ഇവരുടെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം. ഇതൊരു വൈഡ് വെച്ചിട്ട് ഇവരെല്ലാവരും ചെരുപ്പ് തോന്നുന്നവരുണ്ട്, വണ്ടി മാറ്റാൻ വരുന്നവരുണ്ട്. ആ ഒരു പ്ലാൻ എന്തുകൊണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന കാര്യം ഒരു പ്ലേ പോലെ ഓഡിയൻസിന് കാണാൻ പറ്റണം. എല്ലാവരുടെയും, കാരണം അതിന്റെ ഡീറ്റെയിൽസ്, ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസിലല്ല ആ സീനിന്റെ ഒരു നിസ്സഹായത കൊണ്ടുള്ളൊരു ഹ്യൂമറാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അവരുടെ ഗതികേട്, അല്ലെങ്കിൽ അവരുടെ പെട്ടെന്നുള്ള സ്വഭാവത്തിലുള്ള മാറ്റം, ഇത് എങ്ങനെ മൊത്തത്തിൽ കാണുമ്പോഴാണ്
അതിൻ്റെ ഒരു സൗന്ദര്യം ഇരിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഇന്നത്തെ സമയത്ത് ഈ സിനിമകൾ വരുമ്പോൾ സിനിമകളുടെ ആദ്യഘട്ട ചർച്ചയിലെല്ലാം ആദ്യഘട്ട ചർച്ച വിഷയമാവുന്നത് തന്നെ ഇതിന്റെ പൊളിറ്റിക്കലി സിനിമ എത്രമാത്രം റൈറ്റ് ആണ്, പൊളിറ്റിക്കലി എത്രമാത്രം റോങ് ആണ്, ഈ കൺഫ്യൂഷൻസ് വരുന്നു. ആളുകളിൽ പല കൺഫ്യൂഷൻസ് കാണാറുണ്ട്. ഞാൻ ഇതിൽ ഏത് സപ്പോർട്ട് ചെയ്യാം, ഇത് റൈറ്റ് ആണെന്ന് പറയുന്നു, റോങ് ആണെന്ന് പറയുന്നു. പലപ്പോഴും പലർക്കും ധാരണ ഇല്ലാതെ തന്നെ റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ആളുകളൊന്നും പറയില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്നത്. ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഈ ആട്ടം പോലൊരു സിനിമ, കൃത്യമായി പൊളിറ്റിക്സ് പറയുന്ന സിനിമ, ആർട്ടിലൂടെ ഇത് പറയുന്ന സിനിമ, ഈ ഒരു സിനിമ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടോ? ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ലെയറിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആസ്വാദനകരമായ ലെയറുകളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാം ആളുകൾ, അത്തരം കൺഫ്യൂഷൻസ് ഉണ്ടോ? അതായത് എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാ റൈറ്റേഴ്സിനെയും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു പ്രേതമാണ്. ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു പ്രേതം, ഏതോ ഒരു വലിയൊരു സെൻസർ ബോർഡ്, അങ്ങനെ ഒരു ആളില്ലെങ്കിൽ പോലും ഒരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പേടിയാണ്, ആലോചിക്കാൻ പേടിയാണ്, അത് പറഞ്ഞാൽ ഇങ്ങനെ ആവുമോ. നമ്മൾ പടം എഴുതുമ്പോൾ തന്നെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂവർ എന്ത് പറയും, കുറേ മോഹങ്ങളും ഉണ്ട് നമുക്ക്. അവരെ പ്രീതിപ്പെടുത്തണം, അവർക്ക് ശരിയാവണം എന്നൊക്കെ ഉള്ള ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ പേഴ്സണൽ ഇതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആലോചിച്ച് അതിനുവേണ്ടി കേറ്റർ ചെയ്യുന്ന രീതിയിൽ എഴുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ, ഒരു വർക്ക് ഓഫ് ആർട്ട് വരുമ്പോൾ, ആ വർക്ക് ഓഫ് ആർട്ട് സത്യസന്ധമല്ലാതാവുകയും അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഒരു സിനിമ ചെയ്തു അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട് ചെയ്തു വരുമ്പോൾ അതിൻ്റെതായ ഒരു ശരിയായ പൊളിറ്റിക്സ് രൂപപ്പെട്ട് വരാം. അതിന് വേണ്ടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി പുറത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നുണ്ട്, അത് പിടിച്ച് അതിനെയൊക്കെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഫിറ്റിൻ ചെയ്ത് എഴുത്ത് എന്ന് പറയുന്നത് വളരെ മോശമായ എഴുത്തും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞാൽ, ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ സിനിമയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു ഗാലറിക്ക് വേണ്ടി ചെയ്യുന്ന, അതായത് ഫോഴ്സ്ഡായി ഇട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന് വന്നൊരു സാധനമാണ്, നമ്മൾ അറിയാതെ വന്ന് എഴുതി ചേർത്ത് കയറ്റിവിട്ടൊരു സാധനമാണ് ഇങ്ങനെ ഒരു, അതായത് ഗാലറിക്ക് വേണ്ടി ചെയ്യാന്ന് പറയത്തില്ലേ, ഒരു ട്രെൻഡിങ് പൊളിറ്റിക്കൽ സിനാരിയോയ്ക്ക് വേണ്ടി. എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര നാണം തോന്നി. ഞാൻ ഇത്രയും ഭാഗം സത്യസന്ധമായിട്ട് ചെയ്തിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്തല്ലോ. എന്നിട്ട് ആ സീൻ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞ് ഷാജൻ ചേട്ടനെയൊക്കെ പോയി കണ്ട്, പ്രൊഡ്യൂസറിനെയൊക്കെ പോയി കണ്ട്, പടം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നമ്മൾ റീഷൂട്ട് ചെയ്തു. ആ സീന് സിനിമയിലേ ഇല്ല, എടുത്ത് കളഞ്ഞ് ആ കംപ്ലീറ്റ് ഒരു സംഭവമാണത്. അപ്പൊ അതിനെ വേറൊരു രീതിയിലാണ് നമ്മൾ വേറൊരു സീൻ. അപ്പൊ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ അതൊരു സിനിമയിൽ വന്ന ആരും അറിയാൻ പോകുന്നില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ അത് അങ്ങനെ ഗാലറിക്ക് വേണ്ടി പോയൊരു സാധനമാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അങ്ങനെ എഴുതരുത് എന്നുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് കൺഫ്യൂസ് ചോദിക്കുക, ഈ ആർട്ടിന്റെ ലിബർട്ടി ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ തിയേറ്റർ ബാക്ക് ഡ്രോപ്പിൽ വന്ന ആളായതുകൊണ്ട് കൂടിയാണ്. കാരണം തിയേറ്ററിൽ കിട്ടുന്ന ഒരു ലിബർട്ടി ഉണ്ട്. ഈ അമച്വർ പ്ലേസ് ആവട്ടെ, ഈവൻ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് വരെ ഒരു ഭയങ്കരമായ സ്ഥാനവും റിസീവിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഈ അവിടെ നിന്ന് സിനിമയുടെ ഭാഗമാവുന്നു. ഇത് ഇപ്പോൾ ബോളിവുഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രി വരുന്നു. ഈ ആർട്ടിന്റെ ലിബർട്ടീനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതിനപ്പുറം ഈ ഇതിന്റെ സാധ്യതകൾ എങ്ങനെ കാണുന്നത് ഇന്നത്തെ ഈ ഒരു ടൈം പീരീഡിൽ? ഇന്നിപ്പം സിനിമ അല്ലാതെ വളരെ ബാക്കി ഇപ്പം നാടകം ഒക്കെ പറയുന്ന മറ്റ് ആർട്ട് ഫോംസ് ഒക്കെ ഇപ്പം വളരെ പേസി ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് അല്ലാത്ത ആർട്ട് ഫോംസ് എല്ലാം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾക്ക് സമയം കൊടുക്കാനോ വായന ഇല്ലാതാവുന്നു, റിഫ്ലക്റ്റ് ചെയ്യാൻ ഡിസ്കഷൻസ് സംഭവിക്കുന്ന ഇല്ലാതെ. ഇപ്പം ഒരു നല്ലൊരു പെയിൻറ്റിങ് എക്സിബിഷന് പോയി കണ്ടിരുന്ന് അതിനുള്ള ആളുകളുണ്ട്. അതിൻ്റെ അപ്പം മാസ് അപ്പീലും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് മാത്രം ആർട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. സിനിമയിൽ അത് പറയുകയും വേണ്ട, അത്രയും കൂടുതലാണ്. അപ്പം സിനിമയിൽ ലിബർട്ടി എനിക്കിപ്പോൾ തോന്നുന്നത് വളരെ കുറവാണെന്ന് തോന്നുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ ലിബർട്ടി, കാരണം അത്രയും ഒരു സെൻസർഷിപ്പ് അല്ലാതെ ഉണ്ട്, ഒരു ബോഡി ഓഫ് സെൻസർഷിപ്പ് ഉണ്ട്. അതുകൂടാതെ എന്താ പറയുന്നത്, നമ്മുടെ തന്നെ മോറൽ ഇതുണ്ട്, സൊസൈറ്റിയുടെ സെൻസർഷിപ്പ്, മൊറാലിറ്റി, ഇങ്ങനെ നമ്പർ ഓഫ് സെൻസർഷിപ്പാണ് നടക്കുന്നത്. അല്ലാതെ
ഒട്ടും ഈ ഭയങ്കര എന്താ പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ നമ്മൾ കറക്റ്റ് ആയിരിക്കും ശരിയാവണം എന്നൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നൊരു സാധനം ഇപ്പോൾ ഒരു പെയിന്റിങ് എങ്ങനെയാണ് ശരിയാവുന്നത്? ഒരു പെയിന്റിങ് ഒരാൾ ചെയ്തു അത് ശരിയായ പെയിന്റിങ് ആണ്. അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഒരാൾ കമ്പോസ് ചെയ്തു അത് ശരിയായ മ്യൂസിക്കാണ്. അത് തെറ്റായ ഇതൊരു ആർട്ട് ഫോം ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമ ഒരു ആർട്ട് ഫോം ആണ്. അത് എനിക്ക് ഈ ആർഗ്യുമെന്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ നന്നാക്കണം, അതിനകത്തോട്ട് വാല്യൂ പറഞ്ഞു, അതൊരു ഏറ്റവും ബേസിക് ലെവൽ ആർട്ടിന്റെ ഏറ്റവും ലോവസ്റ്റ് ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വിചാരം. ഈ സിനിമ എപ്പോഴും ഇപ്പൊ ആർട്ട് പറയുമ്പോൾ നാടകമാണുള്ള സിനിമയാണെങ്കിലും ഇപ്പൊ നാടകം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓഡിയനാണ്, വലിയൊരു സ്റ്റേജിൽ കുറെ ആളുകൾ നിന്ന് പെർഫോം ചെയ്യുന്നു. ഇവർക്കെല്ലാം ലൈഫ് ഉണ്ട്, നമുക്ക് ഇവരെ കാണാം, ഭയങ്കര അടുത്ത് കാണാം. സിനിമയിലോട്ട് ഒരു വലിയ സ്ക്രീനാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കോ മനുഷ്യന്മാർക്കോ ചിന്തിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ സ്ക്രീനിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത മാനസിക തലങ്ങളിലെ മനുഷ്യരെ നമ്മൾ അവിടെ കാണുന്നു. ഇതിന്റെ ഈ ഒരു മാജിക് അല്ലെങ്കിൽ ഇതിന്റെ ഹൈ എന്ന് പറയുന്നത് നമ്മൾ വലിയ സ്ക്രീനിൽ കുറെ സൗണ്ട് ഒക്കെ കേട്ട് എന്തോ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആനന്ദിന് ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ സിനിമ കാണുന്നു, നാടകങ്ങൾ കാണുന്നു, ഇതിലൂടെയാണല്ലോ ഈ വളർന്നു വരുന്ന സ്റ്റേജിൽ ഇതെല്ലാം ആർട്ട് ഭാഗമായി നിൽക്കുന്നുണ്ട്. ഈ സിനിമ ആസ് എ മാജിക് അല്ലെങ്കിൽ സിനിമ ആസ് എ വിഷ്വൽ വെഗൻസ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയുണ്ടോ? ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ സിനിമ. കാരണം എൻ്റെ ഒരു പ്രഫുൽ ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ ഞാൻ +2 പഠിക്കുമ്പോൾ അവിടെ ഒരു സിനിമ ക്യാമ്പ് എടുക്കാൻ ഒരാൾ വരുന്നു, പ്രഫുൽ ഗോപിനാഥ് എന്ന ഒരാൾ വരുന്നു. ആ 3 ദിവസത്തെ ക്യാമ്പിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നു. കോർപ്പറേറ്റ് ഫിലിംസിലും ആഡ് ഫിലിംസിലും വർക്ക് ചെയ്യുന്നു. പുള്ളിയാണ് എന്നെ മെൻറ്റർ ചെയ്തത് സിനിമകൾ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ 17ാമത്തെ വയസ്സിലൊക്കെ നമ്മൾ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ IFFK അല്ലെങ്കിൽ മറ്റു ഫിലിം അങ്ങനത്തെ സിനിമകൾ കണ്ട് വളർന്ന, അത് ലിറ്ററലി ഇന്നത് കാണൂ, ഈ സിനിമകൾ കാണും, അങ്ങനെ ഒരു എഡ്യൂക്കേഷനാണ് എനിക്കുണ്ടായത് അദ്ദേഹത്തിൽ നിന്ന്. അങ്ങനെ ഓവർവെൽം ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം സ്പീൽബർഗ് മുതൽ സ്കോർസെസെ മുതൽ ഇങ്ങോട്ട് വന്നാൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അസ്ഗർ ഫറാദി എന്ന് പറയുന്ന ഡയറക്ടർ. മജീദ് ആണെങ്കിലും. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് വെറുതെ പറയുന്നതല്ല, ആക്ച്വലി അത്രയും സിനിമകൾ ഇപ്പോൾ റേയുടെ സിനിമകളാണെങ്കിലും അരവിന്ദൻ്റെ സിനിമകളാണെങ്കിലും പക്ഷേ എത്രത്തോളം ഈ സിനിമകൾ പറയുന്നു, ഒരുപക്ഷെ അതിലും കൂടുതൽ എന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഇപ്പം ഷാജി കൈലാസ് സിനിമകൾ, പ്രിയദർശനൊക്കെ അസാധ്യമായ ഡയറക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക, മാസ്റ്ററാണ്. അപ്പം ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാ സിനിമകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന സിനിമ മണിച്ചിത്രത്താഴാണ്. അപ്പോൾ കാസറ്റിൽ വീണ്ടും കാണും. അപ്പം അങ്ങനെ എല്ലാ സിനിമകളും ഇപ്പം വിജയുടെ പോക്കിരി എന്ന് പറയുന്ന സിനിമ ഐ ലവ് ഇറ്റ്. എപ്പോൾ ഇതിൽ വന്നാലും TV-യിൽ വന്നാലും, കാരണം അതിനൊരു റിതമുണ്ട്, ഭയങ്കരമായ ഒരു റിതമുള്ള, ഭയങ്കര എന്റർടൈനിങ്, ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഇന്ന പോയിന്റിൽ ഹൈ ആവണമെങ്കിൽ ഇവിടെ നമ്മളെ ഇട്ടിട്ട് തന്നുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ എല്ലാ പല സിനിമകളെന്ന് പറയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനം ചോദിക്കുകയാണെങ്കിൽ ഈ ആട്ടം കണ്ടു കഴിയുന്ന ആളുകളെല്ലാം ആദ്യമേ കണക്ട് ചെയ്യുന്നത് പെട്ടെന്ന് വിഷ്വലും ഇതെല്ലാം കണ്ടത് 12 Angry Men-ലോട്ടാണ്. ഇപ്പോൾ ഇതിനും ഒരു 12 പുരുഷന്മാരാണ് വരുന്നത്. അതിലൊരു കോയിൻസിഡൻസ് ആയിരുന്നോ? അത് സത്യം പറഞ്ഞാൽ ആബ്സല്യൂട്ട് കോയിൻസിഡൻസ് ആയിരുന്നു. കാരണം എനിക്കറിയായിരുന്നു ഇപ്പോൾ ഇവരെല്ലാവരും കൂടി 12 ആണുങ്ങൾ വന്ന് ടേബിളിൽ ചുറ്റും ഇരിക്കുമ്പോഴത്തേക്ക് 12 Angry Men വിഷ്വലി അതുമായിട്ട് കണക്ട് ആവാൻ പറയും. പക്ഷേ ഞാൻ അത് കണക്ട് ആവാതിരിക്കാൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി സ്ക്രിപ്റ്റിനകത്ത് മാറ്റം വരുത്തിയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് പൊളിഞ്ഞു പോകും. അപ്പം ഡെലിബറേറ്റ്ലി വേറൊരു എഫേർട്ടാണ്. പക്ഷെ അത് നാച്ചുറലി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് വന്നുകൊണ്ട് എന്നാൽ 12 Angry Men-ന്റെ കഥയായിട്ടോ ഒരു ബന്ധവുമില്ല, അതിന്റെ ഡൈനാമിക്സ് ആയിട്ടോ ഒന്നും ബന്ധമില്ല. 12 ആണുങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ ഈ വിഷ്വലി ടേബിൾ ഇത്രയും കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി ഇപ്പൊ ആട്ടത്തിന് ശേഷമുള്ള കരിയർ പ്ലാനിങ് സിനിമ ഇങ്ങനെ പ്ലാനിങ് ഇല്ല. പക്ഷെ ഇപ്പൊ അടുത്ത് ഇങ്ങനെ ആട്ടത്തിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സാധനം ലവ് സ്റ്റോറി ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം അതിന്റെ ആലോചന നടക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ആട്ടം തിയേറ്ററിൽ വന്നിട്ടാണെങ്കിലും കൂടുതൽ ആളുകൾ കണ്ട് ആടിത്തിമറക്കട്ടെ. താങ്ക് യു സോ മച്ച്.